നാളെ വൈകിട്ട് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് രാജ്യത്തെ മറ്റ് BJP ഗവൺമെൻറ്റുകളെ പോലെയല്ല, ഈ സംഭവത്തിനൊരു വംശീയ സ്വഭാവമില്ല എന്ന് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന തരത്തിലുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നാളെ പ്രഖ്യാപിക്കും. അത് കൃത്യമായി കർണാടകയിലേത് ബുൾഡോസർ രാജ് എന്ന വ്യാജ പ്രചരണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. CPM യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ടും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് ആരോപണം. Unfortunate that senior leaders like Pinarayi should know the fact of what is the issue in Bangalore. 168ഓളം കുടുംബങ്ങൾ ഇതുപോലെ ബുൾഡോസർ രാജ്യം തന്നെ പറയാം. അപ്പോൾ അതിലിപ്പോൾ നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു, സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയോ? ഇതിലൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോൾ CK സുബൈറിൻ്റെയും അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം വളരെ കൃത്യമായി നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ആലോചനകളുടെ സമ്പൂർണ്ണ രൂപം നാളെ അവർ കൊടുക്കും. നാളെ വൈകിട്ട് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് രാജ്യത്തെ മറ്റ് BJP ഗവൺമെൻറ്റുകളെ പോലെയല്ല, ഈ സംഭവത്തിനൊരു വംശീയ സ്വഭാവമില്ല എന്ന് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന തരത്തിലുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നാളെ പ്രഖ്യാപിക്കും. അത് കൃത്യമായ ഉറപ്പ് ഞങ്ങൾക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പരിമിതികളുണ്ട്. ഇവിടെ ഇപ്പോൾ സുബൈർക്ക് സൂചിപ്പിച്ചിലൂടെ വന്നിട്ടുള്ള 2 ജനപ്രതികൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ടീം മുസ്ലിം ലീഗാണ് ഇതിനകത്ത് കേരളത്തിൽ അവർ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. മധ്യപ്രദേശിലെ കാർഗോൺ, രാജസ്ഥാനിലെ കരൗലി, ഡൽഹിയിലെ ജഹാംഗീർപുരി, അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ഹരിയാനയിലെ നൂഹടക്കം ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബുൾഡോസർ രാജ് എന്ന വാക്ട് ആപ്റ്റാകുന്നത് അതിരെയാണ്. ആയിരക്കണക്കിന് മനുഷ്യരെ ₹1 സഹായം കൊടുക്കാതെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് നേരിട്ട് പോയി കണ്ടവരാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ ഇവിടെ വന്ന് നാടകം കളിച്ചു പോയ ബഹുമാനപ്പെട്ട ജനപ്രതി KT ജലീൽ ഈ പ്രദേശങ്ങളിൽ UPയിൽ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം എന്ന് വെച്ചാൽ 2014 മുതൽ ഇന്ന് വരെയുള്ള 11 വർഷത്തെ ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ബുൾഡോസർ രാജിനെതിരെ ഇവരാരും ഒരു ശബ്ദം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, KT ജലീൽ ആകെ ഉത്തർപ്രദേശ് സന്ദർശിച്ചത് 2019 അത് പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. യോഗി ആദിത്യനാഥിന് താമതപത്രം കൊടുക്കാനാണ്. അവിടെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത, ഞാൻ പേരെടുത്ത് പറയാണ്, A.A. റഹീമിനെ പോലെ KT ജലീലിനെ പോലെയുള്ള ആളുകൾ തിരക്കിട്ട് ബംഗളൂരുവിൽ വന്ന് ഈ നാടകം കളിച്ച് ഒരു ദിവസം പോലും മെനക്കെടാതെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവിനെ കാണാതെ മടങ്ങുന്നതിന് മുന്നിൽ അവിടെ കോൺഗ്രസിനെതിരായ ഒരു പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ മെറ്റീരിയലായി ഇതിനെ മാറ്റാമെന്ന് കണ്ടിട്ടാണെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് അതിന് അവസരം കൊടുക്കില്ല. ഞങ്ങളൊരു വർഗീയ ഗവൺമെൻറ് അല്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവിക മൂല്യങ്ങൾ നാളെ ഈ രാജ്യത്തിന് ബോധ്യപ്പെടും മറ്റുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന ഉറപ്പ് സിദ്ധരാമയ്യ ഞങ്ങൾക്ക് മാത്രമല്ല ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാറും ലീഗിൻ്റെ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. നാളെ അത് രാജ്യത്തെ പൊതുസമൂഹത്തിനും കേരളത്തിലെ സിവിൽ സൊസൈറ്റിക്കും ബോധ്യവും. അതായത് വീടുകൾ വേറെ വെച്ച് നൽകുന്നതാണോ, ഇനി താൽക്കാലികമായി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും, അങ്ങനെ എന്തെങ്കിലും മന്ത്രി വിശദാംശങ്ങൾ നാളെ ഇതിൻ്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി തന്നെ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. ആ യോഗത്തിൽ ഉപമുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എല്ലാവരും കേൾക്കുന്നുണ്ടാവും, ബാംഗ്ലൂര് നിങ്ങളെല്ലാവരും കേട്ടതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ 100-300 മുസ്ലിം കുടുംബങ്ങളെ വഴിയാതരമാക്കിയാണ് അവരെ വീട് പൊളിച്ചെന്നാണ്. നിങ്ങൾ കേട്ടത് ഇങ്ങനെയാണ്, ഞാനും കേട്ടത് ഇങ്ങനെയാണ്. നമ്മുടെ മലയാള മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും പറഞ്ഞു പരത്തിയത് അങ്ങനെയാണ്. 300-ലധികം മുസ്ലിം കുടുംബങ്ങളെ അവരുടെ വീട് തകർത്തെന്നാണ്. പക്ഷേ അവിടെ 25% ഹിന്ദുക്കളും അതിനുള്ളിൽ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ കുടിയേറി വന്ന് സർക്കാർ ഭൂമിയിൽ കയറി ഷെഡ് കെട്ടിയിട്ട് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് DK ശിവകുമാർ എന്ന കർണാടകയിലെ ഉപമുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നമ്മുടെ പിണറായി വിജയൻ സഖാവൊക്കെ വെറുതെ അതിൽ അനാവശ്യമായിട്ട് ഇവർക്കൊക്കെ ഇങ്ങനെ കത്തിക്കണം, ഇവർക്കൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിനെ ന്യൂനപക്ഷത്തിനെ പറഞ്ഞ് അവരെ എന്തെങ്കിലും ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വോട്ട് ബാങ്കാണ്, അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പൊ DK ശിവകുമാർ എന്ന നേതാവ് വളരെ കൃത്യമായിട്ട് 8-9 തവണ പിണറായി വിജയന്റെ പേര്, ഇന്ന് പത്രസമ്മേളനത്തിൽ 8-9 തവണ പിണറായി വിജയന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ബാംഗ്ലൂരിലത്തെ കാര്യം ചെയ്യാൻ നമുക്കറിയാം, ബാംഗ്ലൂർ എന്താണെന്ന് നമുക്കറിയാം, പിണറായി വിജയൻ ഈ കാര്യം അറിയാതെ നമ്മുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ, ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മുടെ നാട്ടിലത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും അവർക്ക് നിങ്ങളുടെ ഇടയിലേക്ക് വിഷമിട്ടിട്ട് നമ്മളെല്ലാം തമ്മിൽ തല്ലിച്ചിട്ട് വേണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. രാഷ്ട്രീയക്കാർക്ക് നമ്മൾ തമ്മിൽ പരസ്പരം തല്ലിയില്ലെങ്കിൽ, കമന്റ് ബോക്സിലും നേര് കാണുമ്പോൾ ഒക്കെ വഴക്കിട്ടില്ലെങ്കിലും അവർക്ക് നിലനിൽപ്പില്ല. അവർക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം, അവർക്ക് നിലനിൽപ്പില്ല. അതുപോലെ മാധ്യമക്കാർക്ക് അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിക്കണം, നിങ്ങളിട്ട് കത്തിക്കണം. എല്ലാവരും പോയിട്ട് അവരുടെ കമന്റ് ബോക്സ്, അവരുടെ കമന്റ് ബോക്സ് എത്ര കമന്റ് ഇടുന്നോ അത്രയും അവർക്ക് ബെനിഫിറ്റ് ആണ്, നിങ്ങൾ ഓർക്കുക. അപ്പോൾ ദയവേദി ഇങ്ങനത്തിൽ വീഴരുത്. നമ്മുടെ തൊട്ടടുത്തതല്ലേ എന്തൊക്കെയായിരുന്നു വാർത്ത, UPയിലെ പോലെ ബുൾഡോസർ രാജ് നമ്മുടെ കർണാടകയിൽ നിന്ന്. എന്ത് തട്ടിപ്പാന്നല്ലേ,
നാണും മാനും ഉളുപ്പില്ലാത്ത കുറെ വർഗങ്ങൾ കഷ്ടം.